ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ആവിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്. നമ്മൾ പഞ്ഞിയിലൊക്കെ എങ്ങനെ തൊടുന്ന അതേപോലുള്ളൊരു കേക്കാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ഇതിൽ ഞാൻ ബീറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബീറ്റർ ഇല്ലാത്തവർ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. എഗ് വൈറ്റ് വേറെയും എഗ് യോക്ക് വേറെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 3 വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് മുട്ട തണുപ്പൊന്നും ഇല്ലാതെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ എഗ് വൈറ്റൊക്കെ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗൾ ഒട്ടും നനവില്ലാതെ നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കണം. ഇപ്പോൾ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഈ എഗ് യോക്കിൻ്റെ ആ ബൗളിലേക്ക്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി മൈദ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ വേണ്ടെന്നുണ്ടെങ്കിൽ വീറ്റ് ഫ്ലോർ വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്തിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന അളവുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ എടുക്കണം. ഇനി 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൊടിക്കാതെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതേപോലെ കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ബീറ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് സമയം എടുക്കും, എന്നാലും നല്ലതുപോലെ തന്നെ നമ്മൾ ബീറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലുള്ള വിസ്ക് കിട്ടും, അത് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇതിനി ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല വൈറ്റ് കളറിൽ ഇതേപോലെ തന്നെ കിട്ടണം. ഇത് കുറച്ചും കൂടെ ആവാനുണ്ട്. നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ബീറ്റർ യൂസ് ചെയ്യുന്നില്ല. ഈ എഗ് യോക്കും മൈദയും മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് കുറച്ച് എഗ് വൈറ്റ് ബീറ്റ് ചെയ്തതൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഒരുപാടിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ഒരു സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്ത് ആ പതഞ്ഞ് വന്നിട്ടുള്ളതൊന്നും താഴ്ന്നു പോകരുത്. അങ്ങനെ ആകുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാത്തതുകൊണ്ട്
ഈ മുട്ട ബീറ്റ് ചെയ്തെടുത്തത് അതേപോലെ തന്നെ താഴ്ന്നു പോകാതെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യാവൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇതേപോലെയാണ് ഇതിലേക്കുള്ള ബാറ്റർ, ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു സ്ക്യൂവർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ചെയ്താലും മതി. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു ബൗൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ചാൽ മതി. എന്നിട്ടൊരു മീഡിയം ത്തിനും ലോയ്ക്കും ഇടയ്ക്കായിട്ട് ഇട്ടിട്ട് ഒരു 45 മുതൽ ഒരു 50 മിനിറ്റ് വരെ എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഓരോ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് ഒരു 45 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഇത് വേവിച്ചെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതൊരു 50 മിനിറ്റ് ആയിട്ടുണ്ട്. കളറൊക്കെ ഒന്നുകൂടി ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാനിത് ചൂടോടെ തന്നെ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് സൈഡൊക്കെ കുറച്ചൊന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ചൂട് നന്നായിട്ട് പോയിട്ട് തന്നെ ഇത് ഈ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാവൂ. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആവിയിൽ വേവിച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിത് ചൂടോടെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തണുത്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതുപോലെ തന്നെ കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആവിയിൽ വേവിച്ചാലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.